നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെല്ലാം ആ വലിയ പദവി കരസ്ഥമാക്കിയത് എങ്ങനെയാണ്? അവർ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞു എന്നതാണ് അതിന്റെ കാരണം. അതിന് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ വളരെ സുന്ദരമായ ഇസ്മിനെ മഹത്തുക്കൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന കാണാം. അതിനു മാത്രമല്ല, ഒരു സത്യവിശ്വാസിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവെ, ഈമാനുള്ളൊരു ജീവിതവും ഈമാനുള്ളൊരു നല്ല മരണവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ല. അപ്പൊ ഈമാനുള്ള മരണത്തിന് ഈ ദിക്ർ നിങ്ങൾ പതിവാക്കണം. അതുപോലെ പരീക്ഷക്കാലമാണ്. നമ്മുടെ കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, നമ്മൾ പഠിക്കുന്നതൊന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പഠിക്കാൻ കഴിയുന്നില്ല. ഇനി അഥവാ പഠിച്ചാൽ തന്നെ അത് വളരെ പെട്ടെന്ന് മറന്നും പോകുന്നു. ഈ രണ്ടു പ്രശ്നങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന സങ്കടം. പരീക്ഷയുടെ കാലമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ ദിക്ർ നിങ്ങൾ ചുരുക്കരുത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെല്ലുക. ബാക്കിയെല്ലാം അവൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നിങ്ങളുടെ പരീക്ഷകളും വിജയങ്ങളും നല്ല ജോലികളും ദുനിയാവും എല്ലാം റബ്ബ് തരും. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത്. ഈമാനുള്ള ഒരു മരണത്തിന് വേണ്ടി ആയിരിക്കണം നിങ്ങളിത് പതിവാക്കേണ്ടത്. ദുനിയാവിനെ നിങ്ങൾ മോഹിക്കാതെ ആഖിറം ഈ ദിക്ർ കൊണ്ട് നിങ്ങൾ കൊതിച്ചാൽ ദുനിയാവ് അള്ളാഹ് നിങ്ങൾക്ക് സമ്മാനിക്കും ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ ദിക്ർ? യാ അലീമു യാ അല്ലാഹ്, എല്ലാം അറിയുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. പതിവാക്കണം 100 പ്രാവശ്യം. അള്ളാഹു നമ്മളെ സ്വീകരിക്കും.